ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണപ്പ മൂവി ടീസർ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ജൂൺ മാസം 27 തിയേറ്ററുകൾ വേൾഡ് വൈഡ് റിലീസായിട്ട് ഈ പടം എത്തും. 200 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ് കണ്ണപ്പ. ഓക്കെ, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കണ്ണപ്പ ഈ മാസം 27 ജൂൺ മാസം 27 റിലീസ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പടത്തിന്റെ ട്രെയിലർ ടീസറിലൂടെ വ്യക്തമാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഈ പടം ആക്ച്വലി നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ഞാൻ ഇതിലൂടെ ട്രെയിലർ ഓടിച്ച സമയം കളയുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ണപ്പ ട്രെയിലർ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പൊ ഈ പടം ട്രെയിലറിലൂടെ വ്യക്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നത്, ഇത് തെലുങ്ക് മൂവിയാണ്. പ്രഭാസ് വലിയൊരു താരനിരയാണ് ഇതിനകത്തുള്ളത്. അക്ഷയ് കുമാർ, പ്രഭാസ്, ലാലേട്ടൻ അതിനകത്തുണ്ട്. ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ ഈ പടം ഇത്ര ശ്രദ്ധേയമായിട്ട് എടുത്തത്. പ്രഭാസ് അതേപോലെ തന്നെ ലാലേട്ടൻ, ഈ രണ്ടുപേരുള്ളതുകൊണ്ടാണ് നമുക്ക് മലയാളികൾക്ക് ഇടയിൽ ഇത്ര ഒരു ഹൈപ്പ് ആ പടത്തിന് കിട്ടുന്നത്. മോഹൻലാൽ ഈ പടത്തിൽ, ലാലേട്ടൻ ഈ പടത്തിന് ഏകദേശം ഉള്ള ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ മാത്രമേ ഈ പടത്തിലുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ പടം തെലുങ്കിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അതായത് വെച്ചാൽ ഡബ്ബിങ് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വോയിസ് ഡബ്ബിങ് വളരെ ശോകമായ അവസ്ഥയിലൊക്കെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസിന്റെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കണം, ഭയങ്കര ശോകമായ അവസ്ഥയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവന്റെ വോയിസ് എന്നൊക്കെ പറയുമ്പോൾ പരമശിവൻ ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കഥയും റിയൽ സ്റ്റോറി എന്നറിയപ്പെടുന്ന പണ്ട് കാടുകളിൽ നടന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഈ കഥ മുന്നോട്ട് വരുന്നത്, കണ്ണപ്പ എന്നുള്ള സ്റ്റോറി. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗാംഭീര്യമുള്ളൊരു സൗണ്ടൊക്കെ ഉണ്ട്. അതായത് ശിവന്റെ ഒക്കെ സൗണ്ട് കുറച്ച് ഗാംഭീര്യമുള്ള ഒരു പവർഫുൾ സൗണ്ടൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ പടത്തിൽ നമുക്ക് ഡബ്ബിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. മലയാളത്തിൽ അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര കോമഡി മൂവി ആയിട്ടാണ്, അല്ലെങ്കിൽ കോമഡി ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ കുറച്ചെങ്കിലും ഇറ്റ്സ് ബെറ്റർ. മലയാളത്തിൽ ലാലേട്ടൻ്റെ സ്വന്തം വോയിസാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ, ടു ബെറ്റർ. ആ സാധനം മാത്രമാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കോസ്റ്റ്യൂമിലേക്ക് കിടക്കുന്ന സമയത്താണെങ്കിൽ ഇതൊരു റിയൽ സ്റ്റോറി ആണ്, ഫൈൻ, ഓക്കെ. അതായത് ഒരു കാട്ടിനുള്ളിൽ നടക്കുന്ന ഒരു കാട്ടുവാസികൾ, അല്ലെങ്കിൽ ആ സമയത്ത് നടന്ന ഒരു കൊടും കാട്ടിനുള്ളിൽ നടന്ന ഒരു സ്റ്റോറിയാണിത്, അത് ഓക്കെ. പക്ഷെ അവരുടെ കോസ്റ്റ്യൂമും ഭയങ്കര കാര്യങ്ങളൊക്കെ കുറച്ച് ഓവർ ആയിരുന്ന പോലെ എനിക്കൊരു ഫീൽ ആയി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റിലൂടെ താഴെ ഒന്ന് അറിയിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണപ്പ എന്നുള്ള സാധനം നമ്മുടെ ലാലേട്ടന്റെ ഒക്കെ റോള് കണ്ടില്ല, മേക്ക് ഓവർ കണ്ടില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ തന്നെയാണ് കേട്ടോ. അതിലും അത് പ്രഭാസിന്റെയും മേക്ക് ഓവർ കൊള്ളാം, കുഴപ്പമില്ല. അക്ഷയ് കുമാറിന്റെ ഒക്കെ കോമഡിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വശത്തൊക്കെ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തോ വെച്ചിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത പോലെയൊക്കെയാണ് തോന്നുന്നത്, കഴുത്തിന്റെ ഭാഗങ്ങളൊക്കെ. അതിനെക്കാട്ടിക്ക് അത്ര ബെറ്റർ ആണ് പ്രഭാസിന്റെ ഒരു റോളും അതുപോലെ തന്നെ ലാലേട്ടന്റെ മേക്കപ്പ് കുറച്ച് ബെറ്റർ ആണ്, കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ നല്ല കുറച്ച് ബെറ്റർ ആക്കി അവർക്ക് ചെയ്യാമായിരുന്നു. അപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ ഈ കണ്ണപ്പ എന്നറിയുന്ന ആള് കാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അത് ഈ ശിവന്റെ കണ്ണപ്പല്ലോ, സോറി, ലാലേട്ടന്റെ കിരാതൻ, അതാണ് ആളുടെ പേര്. ലാലേട്ടന്റെ റോള് പേര് കിരാതൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അറിയില്ല. അതെന്ന് പറയുന്നത് ഒരു കാട്ടുവാസിയായിട്ടുള്ള ഒരാളായിട്ട് ശിവന്റെ പ്രതിനിധിയായിട്ട് അയക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പടത്തില്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഒരു ഹൈറ്റുമില്ല ആ ഒരു തോന്നുന്ന രീതിയിലേക്ക് കൺവേർഷൻ എടുത്തിട്ട് പറഞ്ഞേക്കുന്ന ഒരാൾ, ആ ഒരു സംഭവമാണ് അതിൽ വരുന്നത്. അപ്പോൾ പടം എത്ര രീതിയിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി നമ്മളിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. ഈ ട്രെയിലറും കാര്യങ്ങളും കാണുന്ന സമയത്ത് VFX ഒക്കെ നല്ലതായിട്ടുള്ള, നെതർലാൻഡിലാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറെ ചെയ്തിട്ടുള്ളത്, സമ്മതിച്ചു. പക്ഷെ കുറെ സാധനങ്ങളുണ്ട്, അതായത് ഭയങ്കര ഗ്രീനറി, ഭയങ്കര സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചിട്ട് എഫക്റ്റുകൾ. പിന്നെ അമ്പിന്റെ കാര്യം പറഞ്ഞു, അമ്പിന്റെ കാര്യത്തിൽ അമ്പ് അല്ലെങ്കിൽ ഈ സാധനം ചെയ്യുന്നത് ഭയങ്കര വ്യത്യസ്തമായുള്ള ഒരു സാധനമായിരുന്നു എന്നുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ റിയൽ സ്റ്റോറി പറയുന്ന സമയത്ത് ഈ അമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗത്തിന്റെ, അതായത് കടുവയുടെ കടുവയുടെ എല്ലും നഖങ്ങളും ഉപയോഗിച്ചുണ്ടാക്കുന്ന ശക്തമായ ഒരു വില്ലാണെന്നാണ് അറിയുന്നത്. അമ്പും വില്ലും. വില്ല് എന്ന് പറയുന്നത് 2 വാളുകൾക്ക് അത്രയും മൂർച്ച വരുന്ന 2 ഭാഗങ്ങളോട് ചേർന്നിട്ടാണ് ഈ വില്ല് ഉണ്ടാക്കിയിരിക്കുന്നത്.
അതേപോലെ തന്നെ അമ്പും ഇതിന്റെ കുറെ സംഭവങ്ങൾ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത്. അമ്പ് ഭയങ്കര വ്യത്യസ്തമായ കുറെ സംഭവങ്ങൾ അതിൻ്റെ അത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. വില്ല് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതാണ് അത്ര വ്യത്യസ്തമായ രീതിയിൽ വന്നത്. അതുകൊണ്ടാണ് എല്ലിന്റെ ബോണുകൾ, അതായത് കടുവയുടെ കൊന്നിട്ട് ആ ബോണ് വെച്ചിട്ടാണ് ഈ സാധനങ്ങളുടെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ പോലെ ഈ പടം കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയുണ്ടെങ്കിൽ പോലും മോഹൻലാലിനെ അല്ലെങ്കിൽ ലാലേട്ടനെ നമ്മൾ കാണുന്ന സമയത്ത് ഈ പടം കാണാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പ്രഭാസ്, ലാലേട്ടൻ, അതായത് വലിയൊരു നീണ്ട നിരയാണ് ഇതിനകത്തുള്ളത്. തെലുങ്കാണ് ഒറിജിനൽ വേരിയേഷൻ. അപ്പൊ പരമാവധി തെലുങ്ക് കാണാൻ പറ്റുന്നവർ തെലുങ്ക് തന്നെ കാണുക. ഞാൻ എന്തായാലും 2 ഭാഷകളിലും കാണാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ മലയാളവും തെലുങ്കും കാണാൻ ശ്രമിക്കുന്നു. കാര്യത്തിൽ മലയാളത്തിലെ ഡബ്ബിങ് കുറച്ച് എനിക്ക് മറ്റുള്ളവരുടെ സൗണ്ട് കുറച്ച് ഇതായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. അതിൽ നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളോട് അടുത്ത വിശേഷമായി പിന്നെയും കാണാം. ബൈ ബൈ.